Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, ready ആണല്ലോ നമ്മള് എല്ലാവരും? റെഡിയല്ലേ? ഓക്കെ. ഇവിടെ വരെ നമ്മൾ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെ വരെ പഠിച്ചു മെഡിക്കൽ റെക്കോർഡ്സ്, സോറി ഹോസ്പിറ്റൽ റിസോഴ്സ് മാനേജ്മെന്റ് എവിടെ വരെ പഠിച്ചു? Steps in selection process. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് അല്ലേ? അതെ, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് സെലക്ഷൻ എന്നും നമുക്കറിയാം. ഒരു ആപ്ലിക്കന്റ്, അതായത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ആപ്ലിക്കേഷൻസ് അയക്കും അല്ലെ? അതാണ് ആപ്ലിക്കന്റ് എന്ന് പറയുന്ന ആളുകൾ. അതായത് അവരെ സെലക്ട് ചെയ്യുന്ന കുറെ പ്രോസസ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ ഫാക്ടേഴ്സ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളിൽ നോക്കിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അല്ലാണ്ട് ഓടിയൊക്കെ വരുമ്പോ ആപ്ലിക്കേഷൻസ് അയച്ചവര് ആദ്യത്തെ 10 വരെ വേഗം തന്നെ അവരെ അങ്ങനെ ഒന്നും നോക്കാതെയാണോ സെലക്ട് ചെയ്യുന്നത്? നിങ്ങളാണ് ആദ്യമായിട്ട് അയച്ചവര്, അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ആദ്യം ആപ്ലിക്കേഷൻസ് അയച്ചവരെ സെലക്ട് ചെയ്യലാണോ? അല്ല. ഫ്രം ദ ആപ്ലിക്കൻസ്, തന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ ജോബിന്, നമ്മുടെ ജോബ് സ്പെസിഫിക്കേഷൻസിന് ബേസ് ചെയ്തിട്ട് നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 2 കാര്യങ്ങൾ പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതോടൊപ്പം വി ആർ ഇഗ്നോറിംഗ് അല്ലെങ്കിൽ റിജക്ടിങ് അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ലാത്ത ആപ്ലിക്കന്റുകളെ നമ്മൾ റിജക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കാര്യം സെലക്ഷന്റെ സമയത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് വന്ന സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. വായിച്ചൊക്കെ നോക്കിയിരുന്നോ? എളുപ്പമാണോ വായിച്ചിട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? പോയപ്പോ അന്ന് കഴിഞ്ഞ ആഴ്ച പോയപ്പോ വരെ കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? അടുത്തയിലേക്ക് ഞാൻ പോകട്ടെ. അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാം. യെസ്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് നമുക്കറിയാം ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സുകൾ നടത്തുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് സെലക്ഷൻസ് നടത്തുന്നത്. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അതായത് നമുക്കറിയില്ല, ഓരോ ഹ്യൂമനിലും ഓരോ രീതിയിലുള്ള നേച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എല്ലാവരും നമ്മൾ ഈ പാഠം ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും സിമിലാരിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൂടുതലും ഉള്ളത് ഡിസിമിലാരിറ്റീസ് ആണ് അല്ലെ? സാമ്യതകളെക്കാൾ കൂടുതൽ എന്താ പറയാ, സാമ്യമില്ലായ്മകളാണ് കൂടുതലും. 2 ആളുകളെ എടുത്തു വെച്ച് നോക്കിയാൽ അവർക്ക് ഒരുപോലെയുള്ള നേച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാനായിട്ട് വളരെ റെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്നതിലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ സൈക്കോളജിക്കൽ ടെസ്റ്റ് പ്രകാരം നമ്മുടെ എന്താ പറയാ ടെസ്റ്റിങ് പല രീതിയിലാണ് നടത്തുന്നത്. അപ്പൊ പല രീതിയിൽ നടത്തുന്ന ടെസ്റ്റിങ് ബേസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂസ് ഓഫ് ദ ടെസ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ അതിനെ ടെസ്റ്റിംഗ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റിംഗ് തന്നെ പല രീതിയിലാണ് നടക്കുന്നത്. അത് ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമന്റെ പെരുമാറ്റ സ്വഭാവം അനുസരിച്ചും, അതുപോലെ യൂസ് ഓഫ് ദ ടെസ്റ്റ് ഉപയോഗിച്ചും, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചും ഒക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തേത് ഓൺ ദ ബേസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചറിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റിംഗ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ബിഹേവിയറിൽ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ടെസ്റ്റിംഗിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് തൊട്ടടുത്ത പേജിലുണ്ട്. അത് ബോൾഡ് ആയിട്ട് എഴുതിയിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതുകൂടി ഇതിനകത്ത് വന്നതാണ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ബേസിസിലാണ് ഈ പറയുന്ന ടെസ്റ്റുകൾ നടത്തുന്നത്. ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് ഒരു ഹ്യൂമന്റെ ആപ്ലിക്കന്റിന്റെ മനോഭാവം. അതായത് ഒരു വർക്ക് സിറ്റുവേഷനിൽ വാട്ട് ആർ ദ എബിലിറ്റീസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കന്റ്, ആപ്ലിക്കന്റിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഹൗ ദേ വിൽ ക്യാരി ഔട്ട്, ആ ഒരു ജോലി എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യും എന്ന് വെച്ചാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള എബിലിറ്റി, അതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റിയും ആൻഡ് ഓൾസോ ഹൗ ദേ റിയാക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ വർക്ക് സിറ്റുവേഷൻ, ആ ഒരു വർക്ക് സാഹചര്യങ്ങളിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, അത്തരം കാര്യങ്ങളെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്തൊക്കെയാണ്? എബിലിറ്റി ടു ക്യാരി ഔട്ട് എ ജോബ് ഓർ എ ടാസ്ക് ആൻഡ് ഓൾസോ റിയാക്ട് ടു സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. ജോലിയിൽ ഇരിക്കുമ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും, ആ ആപ്ലിക്കന്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് വേണ്ടി ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഓർഗനൈസേഷനിലേക്ക് ഏത് ജോലി കൊടുത്തിട്ടല്ല അതൊക്കെ ടെസ്റ്റിംഗ് ചെയ്തത്, അത് അവരെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ടെസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യും ആപ്ലിക്കന്റിൽ. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ദ എബിലിറ്റി, ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ആപ്ലിക്കന്റിന്റെ എബിലിറ്റിയും ആൻഡ് ഹൗ ദ റിയാക്ട് ടു ദാറ്റ് സിറ്റുവേഷൻസ് അറ്റ് വർക്ക്, ജോലിയിൽ ഇരിക്കുമ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തന്നെങ്കിൽ അന്നേരം ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകും. മനസ്സിലായി എന്നുള്ള ആ ഒരു അസംഷനിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ, രണ്ടാമത്തേത് അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ജോബ്, ഒരു ടാസ്ക് ഗിവൺ ടു ഒരു ആൾക്ക്, ഒരു ഇൻഡിവിജ്വൽ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഹൗ ദേ ക്യാരി ഔട്ട്, വാട്ട് ഈസ് ദ എബിലിറ്റി ടു ക്യാരി ഔട്ട് ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്, ആ ജോലി ചെയ്യാനുള്ള ആളുടെ കഴിവ് മാത്രമല്ല ഓരോ വർക്ക് സിറ്റുവേഷനിൽ ആളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. എബിലിറ്റി ടു ക്യാരി ഔട്ട് എ ടാസ്ക് ആൻഡ് ഓൾസോ ഹൗ ദേ റിയാക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അറ്റ് വർക്ക്, ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയാണ്. രണ്ടാമത്തേത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും? എത്രത്തോളം അച്ചീവ് ചെയ്യുന്നത്, എങ്ങനെയാണ്? ഡെവലപ്ഡ് സ്കിൽ ആൻഡ് നോളജ്. അവര് ഒരു ട്രെയിനിങ് പീരീഡ്, അവർക്ക് ഒരു സമയം കൊടുത്തിട്ടുണ്ട്, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ്, എങ്ങനെയുള്ള ടാസ്ക് ആണോ പെർഫോം ചെയ്തത് അതിന് ബേസ് ചെയ്തിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ട്രെയിനിങ് പീരീഡില് അതിനുള്ളില് within that training period, whatever development they had in their knowledge and skill, ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള അറിവും കഴിവും ഒക്കെ എങ്ങനെ എത്രത്തോളം വർദ്ധിപ്പിച്ചു അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ ടീച്ചിങ് പ്രൊഫഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്? അപ്പൊ ഇതൊക്കെയാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, നമ്മൾ എല്ലാ ക്ലാസ്സും ഓൺലൈനാണ്. നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട കോൺടെസ്റ്റ് വേണ്ടി ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നതോറും ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ഡേ ബൈ ഡേ ഞാൻ എന്ത് ചെയ്യും? എന്റെ ആ ഒരു ശൈലിയില് ഞാൻ ആ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഇംപ്രൂവ്മെന്റ്, തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇന്നലെ ഞാൻ പഠിപ്പിച്ച രീതി ആയിരിക്കില്ല അടുത്ത ദിവസം, പിന്നെയും അങ്ങോട്ട് പോകെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ഇത്രത്തോളം സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ നോളജും ഒക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തു ആ ട്രെയിനിങ് പീരീഡിൽ. അത് ടെസ്റ്റ് ചെയ്യുക. അത് ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണ്? നമ്മുടെ ഈ പെർഫോമൻസ് കണ്ടു, ഓക്കെ, വന്ന പോലെയല്ല, കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ക്ലാസ്സുകൾ നോക്കിയിട്ടായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളുടെ പ്രീവിയസ് ഒന്നാമത്തെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും ആദ്യം വന്നപ്പോ എടുത്ത ക്ലാസ്സും അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ എടുക്കുന്ന ക്ലാസ്സുകളും തമ്മിലൊന്ന് കമ്പയർ ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാക്കാം, അവരെന്നെ വിലയിരുത്തും. ഓക്കെ, ഇത് ഇങ്ങനെയാക്കി, അല്ലെങ്കിൽ ഇപ്പൊ പെർഫോം ചെയ്യാൻ ഇപ്പൊ ഒരു ടീച്ചറുടെ കാര്യം മാത്രമല്ല, ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പെർഫോമൻസ് വന്ന അതേ ദിവസം ഉണ്ടായ പെർഫോമൻസ് ആണ് ഇപ്പോഴും അവർ കാഴ്ചവെക്കുക. അപ്പൊ ഡേ ബൈ ഡേ ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അല്ലെ, ഓരോ ദിവസം നമ്മൾ ഇവിടെ വന്നിട്ട് അത് ചെയ്യാണല്ലോ. അപ്പൊ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്കില്ലും നോളജൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ട്രെയിനിങ് പീരീഡില് വാട്ട് എവർ നോളജ് ഓർ സ്കിൽ ദേ ഹാവ് ഡെവലപ്ഡ് അത് ഇവാലുവേറ്റ് ചെയ്യുക, അത് വിലയിരുത്തുക എന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? അച്ചീവ്മെന്റ് ടെസ്റ്റ് മനസ്സിലായോ? സംശയമില്ലല്ലോ. നെക്സ്റ്റ് തേർഡ് വൺ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത് ഒരു പേഴ്സണാലിറ്റി വിലയിരുത്തുന്നത് തന്നെയാണ്. ഇറ്റ്സ് ആൻ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് ആണ്
പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ഇവിടെ കുറച്ച് ഈ പറയുന്ന പേഴ്സൺസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ എന്താ പറയാ അവരുടെ സ്വഭാവങ്ങള് അവരുടെ സവിശേഷതകള് ഓരോ സിറ്റുവേഷൻസിൽ അവരെ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ സ്വഭാവ സവിശേഷതകളെല്ലാം സ്വഭാവ ഗുണങ്ങളെല്ലാം അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഇപ്പൊ എനിക്കൊരു സിറ്റുവേഷൻ തന്നു, ഹൗ ഐ റിയാക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഞാൻ എങ്ങനെ ആ ഒരു സിറ്റുവേഷനോട് പ്രതികരിക്കുന്നു ആ രീതിയിലായിരിക്കില്ല വേറൊരാൾ പ്രതികരിക്കുക. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. അത് പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ്സ്. എന്താ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ. ഓരോ വ്യക്തികളുടെയും അതായത് ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്ന ആളുകളിൽ നിന്ന് സെലക്ഷൻസ് നടത്തുന്നതിന് മുമ്പ് ഇത്തരം ടെസ്റ്റിങ്ങുകൾ നമ്മൾ നടത്തും. അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. എന്ത് പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ജോലി ചെയ്യുന്ന സമയത്തുള്ളത്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കും. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. എത്ര നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താന്ന് വെച്ചാലും ചില സമയത്ത് നമ്മളുടെ എന്താ പറയാ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ അതിനെതിരെ റിയാക്ട് ചെയ്യും. പക്ഷെ പാടില്ല. പോരാത്തതിന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽസിലാണ്. ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ അധികം കാം ക്വയറ്റ് മാത്രമല്ല വളരെ പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ ക്ഷമ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. കാരണം അവിടെ രോഗങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് വന്നു പോണേ അല്ലെ. നമ്മളൊരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ടൂർ ട്രിപ്പ് പോകുന്നത് പോലെയല്ല ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത്. അവിടെ ഒത്തിരി ടെൻഷൻസുമായിട്ട് രോഗത്തിന്റെ ടെൻഷൻ ഉണ്ട്, പൈസയുടെ ടെൻഷൻ ഉണ്ട്, എന്താണാവോ ഈ അടുത്തത് എനിക്ക് എന്നൊക്കെ തോന്നി പല ടെൻഷൻസുമായിട്ടാണ് ഒരാള് ഒരു ഹോസ്പിറ്റൽസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ ശാന്തതയോടെ വളരെ പേഷ്യന്റ് ആയിട്ട് ദാറ്റ് മീൻസ് വളരെ ക്ഷമയോടെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതനുസരിച്ച് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും എല്ലാവരും ഡോക്ടേഴ്സ് മാത്രം അതിന് വേണ്ടി ശ്രദ്ധിച്ചാൽ പോരാ. ഓവറോൾ ഒരു ഹോസ്പിറ്റൽസിനകത്തുള്ള ഇവരുടെ സേവനങ്ങൾ ആവശ്യമുള്ള എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നവർക്കും അതിൻ്റെതായ പിന്നീടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ ഗുണങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പൊ 1 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 2 അച്ചീവ്മെന്റ് എത്രത്തോളം സ്കില്ലും നോളജും ഒരു ട്രെയിനിങ് പീരീഡിൽ ആ ഒരു ആപ്ലിക്കന്റ് ഇൻഡിവിജ്വൽ നേടി അത് ടെസ്റ്റ് ചെയ്യുന്നത് അച്ചീവ്മെന്റ്. പേഴ്സണാലിറ്റി ഹ്യൂമൻ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നത് തന്നെയാണ്. അത് അസസ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മെത്തേഡ് ഒരു ടെക്നിക്ക് അവർ അഡോപ്റ്റ് ചെയ്യാണ്. ഈ ഹ്യൂമൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ട്രേറ്റ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേരിയസ് സിറ്റുവേഷൻസ് ഓരോ സന്ദർഭങ്ങളിൽ അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ആ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ 4ാമത്തെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. എന്തായിരിക്കും ഇപ്പൊ ഇൻട്രസ്റ്റ് ടെസ്റ്റ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺസ് പ്രിഫറൻസ് ആണ്. അതായത് ഒരു സ്പെസിഫിക് ഫീൽഡില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രിഫറൻസ് നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മളുടെ ടേസ്റ്റ് അതായത് ഇപ്പൊ കുറെ ജോലികളുണ്ട് എന്നാൽ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്ന ജോലിയാണ്. ഇപ്പൊ ടീച്ചിങ്, ടെക്നിക്കൽ, ഓഫീസ് ജോലി, അക്കൗണ്ടിങ് ഒക്കെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ ഇതിലുണ്ടായിരിക്കും. നമ്മൾ വെൻ വി അപ്ലൈ ഫോർ എ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറെ സാധ്യതകളൊക്കെ ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട് അല്ലെ. ചില ആളുകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെയാണ്, പക്ഷെ ഇത് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് ബിക്കോസ് എനിക്ക് അതിൽ കൂടുതൽ നോളജ്. അങ്ങനെ അവരുടെ പ്രിഫറൻസ് കൂടി കൺസിഡർ ഓരോ ഫീൽഡിലും ഓരോ എന്താ പറയാ ആളുകളുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പ്രിഫറൻസ് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺസ് പ്രിഫറൻസ് ഫോർ സ്പെസിഫിക് ഫീൽഡ് ഓർ ആക്ടിവിറ്റി ഓരോ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഓരോ ഫീൽഡില് ഓരോ പേഴ്സൺസിന്റെ ഇൻഡിവിജ്വൽസിന്റെ ടേസ്റ്റ് പ്രിഫറൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗില് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസില് ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി അങ്ങനെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 4 ടെസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും? ഓക്കെ ആണോ? യെസ്.
അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് തന്നെ ഫുള്ള് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങളത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഡാഷ് ഇവാലുവേറ്റഡ് ഡെവലപ്ഡ് സ്കിൽ ആൻഡ് നോളജ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ് അതേത് ടെസ്റ്റ് ആണ് എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനും അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓൺ ദ ബേസ് ഓഫ് ടെസ്റ്റ് ഉപയോഗത്തിന്റെ രീതി അനുസരിച്ചിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെലക്ഷൻ ടെസ്റ്റ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്ലേസ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ഏതൊക്കെയാ? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഇങ്ങനെ 3 അതിനകത്തുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തേക്ക്, കാരണം അത് റിപ്പീറ്റഡ് ആണ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും പ്ലേസ്മെന്റ് ടെസ്റ്റും റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട്. അതൊന്ന് വെറുതെ സ്ട്രൈക്ക് ചെയ്തേക്കാം, ഒന്ന് വെട്ടിയേക്കാം കേട്ടാ. നോട്ട് കുറെ കാണുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നും. അത് 3 ഉള്ളൂ. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഒന്ന് വെട്ടി തിരുത്താമോ? ശരിയാക്കിയോ? അതൊന്ന് രണ്ടാമത് കേൾവി വന്നതാണ്. തിരുത്തിയോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിലെ സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഇങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് സെലക്ഷൻ ടെസ്റ്റ്? എന്തായിരിക്കും സെലക്ഷൻ? ആപ്റ്റ് കാൻഡിഡേറ്റിനെ, ഒരു പർട്ടിക്കുലർ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ടെസ്റ്റ്, അതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഒരു ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക. ഇവിടെ ഒരു ടീച്ചറുടെ ജോലി ഒഴിവുണ്ട്. അപ്പൊ അതിന് പറ്റിയ കുറെ ആൾക്കാർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പരസ്യം കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോരോ പ്രത്യേക മേഖലകൾ എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും അല്ലെ. സയൻസ് എടുത്ത് പഠിച്ചവരുണ്ടാവും, മാത്സ് മെയിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും, ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും. ഒരു പ്രത്യേക സബ്ജക്റ്റില് എന്താ പറയാ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ച ആളുകളുണ്ടായിരിക്കും. പക്ഷെ നമുക്കിവിടെ ഏത് ടോപ്പിക്കുകൾ പഠിപ്പിക്കാൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് കുറെ പർട്ടിക്കുലർ ജോബ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റ്. ഓക്കെ. ഇന്റർവ്യൂ വേറെ വരുന്നുണ്ട്. ഇന്റർവ്യൂയിലൂടെയും നമുക്കറിയാം ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഒരു ജോലിയിൽ ഒരാളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൊരു കാര്യമാണ് സെലക്ഷൻ ഇനി നടത്തി. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ മുമ്പ് എന്ത് നടത്തും? ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ പിന്നെ കുറെ ടെസ്റ്റുകൾ വേറെ, ഈ ഹ്യൂമൻ നേച്ചറും അതിലെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഇതിനകത്ത് ഭയങ്കര വലിയ ഫാക്ടേഴ്സ് ആണ്. അല്ലാതെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല നല്ല മാർക്ക് സ്കോർ ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഭയങ്കര അറിവുള്ള ആളാണ്, ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ രോഗികളോട് മറ്റാളുകളോടൊക്കെ പെരുമാറേണ്ട രീതികളും അതിനുകൂടി ഒത്തിരി പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഓർഗനൈസേഷന്റെയും അവിടുത്തെ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടും ആണ് സെലക്ഷൻസ് നടത്തുക. അല്ലാതെ നമ്മൾ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം നടത്തുന്ന ഒരു കാര്യമല്ല നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് നമ്മുടെ എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതൊക്കെ പഠിച്ച് ഇതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമല്ല, നമ്മളിൽ നിന്ന് വേണ്ട കുറച്ച് നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ളതും നമ്മളെ ചുറ്റുപാടും നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ആർജിച്ചെടുത്തതുമായിട്ടുള്ള ഒരുപാട് മറ്റ് എക്സ്ട്രാ കഴിവുകൾ നമുക്കുണ്ട്. ഓക്കെ. ആ കഴിവുകളും നമ്മൾ എടുക്കണം. നമ്മളുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ് അല്ലെ, നമ്മുടെ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആ ഒരു ജോലി ചെയ്യാൻ. വെറുതെ ജോലി കിട്ടിയാൽ മതി, ജോലി എന്ന ആ ഒരു തലക്കെട്ട് മാത്രം മതി. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ പുറത്തെടുത്ത് ഉഴപ്പുക അങ്ങനെയൊക്കെ പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ അറിയാൻ, മുൻകൂട്ടി അറിയാനൊക്കെ വേണ്ടി നടത്തുന്ന പല ടെസ്റ്റുകളുണ്ട്. അതിനകത്ത് വരുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാം ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഇവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് ജോബ്. ഒരു ജോലിയിലേക്ക് ഒരാള് പ്രവേശിക്കാൻ വരുമ്പോ ആൾക്ക് ഒരു എന്താ പറയാ കുറെ കാര്യങ്ങൾ മുന്നിലിടാം, എന്താ പറയാ കുറെ ജോലികൾ. അപ്പൊ അതില് നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ജോലി അസൈൻ ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ബെസ്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ജോലികൾ അസൈൻ ചെയ്യും. അതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ജോലികളുണ്ട്, അക്കൗണ്ടിംഗ് ആകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ വർക്ക് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫീൽഡിലാകാം. പക്ഷെ എന്റെ കയ്യിലേക്ക് ഇത് തന്നാൽ എന്താണ് അത് ഭദ്രമായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇന്ന ജോലിയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. സ്പെഷ്യൽ കൺസിഡറേഷൻ given to decide on which of the several possible assignment. ഒരുപാട് കാര്യങ്ങളിൽ ആ ആൾക്ക് അത് കൊടുക്കുമ്പോൾ will be able to do his best. ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് ചെയ്തെടുക്കാനുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന ആ ഒരു ടെസ്റ്റ് ആണ് ഏത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഇവിടെ എന്താ പറയാ, ഇവിടെ നമ്മൾ നേരത്തെ തൊട്ട് മുന്നിൽ പറഞ്ഞ പോലെ ഡിഫറെന്റ് വർക്കുകൾ ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ഓരോ ഇതിലും ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക് ഉണ്ടായിരിക്കും. പല ടൈപ്പ് വർക്ക് ഉണ്ടാവും, പല ലെവലിലുള്ള വർക്കുകൾ ഉണ്ടായിരിക്കും. പല ടൈപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽസില് ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ട്, നഴ്സിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, ക്ലീനിങ് സെക്ഷനിലുള്ളവരുണ്ട്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, CSSD വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും പല പല ജോലികളാണ്. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് അവിടുത്തെ പല ആളുകൾ ചെയ്യുന്ന ഡിഫറെന്റ് ലെവലില്, ഇപ്പൊ നഴ്സിംഗ് നിങ്ങൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ പഠിച്ചതാണല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നഴ്സസിന്റെ ഹൈറാർക്കി നോക്കി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സ്റ്റാഫ് നഴ്സ് ഉണ്ട്, അല്ലെ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് സൂപ്പറിൻഡന്റ് ഉണ്ട്, അല്ലെ നഴ്സിംഗ് ഡയറക്ടർ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരാള് ഇല്ല, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ആളില്ലെങ്കിൽ ആ ലെവൽ അടുത്ത ഭാഗത്തേക്കുള്ള അടുത്ത ലെവലിലുള്ള ആളുടെ കൂടി ഡ്യൂട്ടി ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഡിഫറെന്റ് ലെവലാണ്. അപ്പൊ ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്കുകൾ ഇങ്ങനെ പല സമയത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെസ്റ്റ്, അതുകൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അത് മെയിൻലി കൺസെൻട്രേറ്റ് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് കൊടുത്തിട്ടല്ല അത്തരം ടെസ്റ്റ് ചെയ്യുന്നത്. നഴ്സിംഗ് സ്റ്റാഫ് നഴ്സിന്റെ ജോലി ചെയ്യുന്ന ആൾക്ക് തന്നെ നഴ്സിംഗ് ഇൻചാർജിന്റെ ജോലി കൂടി ചെയ്യാൻ പറ്റുമോ? അത് ലെവൽ മാറി കണ്ടോ, മറ്റേ ലെവലിൽ നിന്ന് കുറച്ചുകൂടി മുകളിലുള്ള ലെവലാണ്. അപ്പൊ ലെവലുകൾ മാറി കൊടുത്താലും അത് മാറ്റി കൊടുത്തു നോക്കിയിട്ട് പ്ലേസ്മെന്റ് കൊടുത്തു നോക്കിയിട്ട് അതന്നെ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അത് അങ്ങനെയുള്ള ടെസ്റ്റിംഗ് നടത്തുന്നതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞത് പ്ലേസ് ചെയ്ത് നോക്കുന്നു, സക്സസ് ആയാലോ നമുക്ക് ഒരു വിളിക്കാലോ അവിടെയും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ സക്സസ് ആകാം ചിലപ്പോ. അപ്പൊ ആൾക്ക് അതുകൂടിയുള്ള കഴിവുണ്ട്. ബിക്കോസ് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കുറെ നാളുകൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ കൂടി കടന്നു പോകുകയാണല്ലോ. അപ്പൊ നമ്മൾ അത് കൂടി പഠിക്കും അതിനകത്ത്. എന്റെ ഭാഗത്തിൽ പെട്ടതല്ല, ഞാൻ അത് നോക്കണില്ല എന്ന് വിചാരിച്ചിരിക്കില്ലല്ലോ നമ്മള്. നമുക്ക് ചിലപ്പോ ചില സമയത്ത് അതിനോടുകൂടി ഒരു അട്രാക്ഷൻ തോന്നും, ഞാൻ അതുകൂടി ചെയ്താലോ. കാരണം ഈ ആബ്സെൻസ്, അവരുടെ അഭാവത്തില് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്രയോ സ്ഥലത്ത് ചെയ്യുന്നത്. അപ്പൊ ഒരാളില്ലെങ്കിൽ അയ്യോ അതെന്റെ വിഭാഗമല്ല, ഞാൻ അവിടെ തൊടയില്ല, അന്വേഷിക്കില്ല, കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ മൊത്തത്തിൽ ഒരു അറിയിപ്പ് വരും. അപ്പൊ അങ്ങനെ പാടില്ല. അത് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാവരും, ചിലപ്പോ മനുഷ്യന്മാരുടെ അവസ്ഥയില്ലേ, ചിലപ്പോ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ വരാൻ പറ്റിയില്ല എന്നൊരു സോ ദേ ക്യാൻ ഓൾസോ ഹാൻഡിൽ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ലെവല് അവർക്ക് ബാക്കിയുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, അതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡെലിവറി ടൈമിൽ അതുപോലെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് ചെയ്യേണ്ട അതേ ജോലി തന്നെ ഇവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഡോക്ടർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ വിശ്വസ്തരായിട്ട് അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, അവരായാലും അത് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ചെയ്തോളും എന്ന് വിചാരിക്കും. അല്ലാതെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അവർക്ക് കൺഫർമേഷൻ ഉള്ളവർക്കാണ് ഏൽപ്പിച്ചിട്ട് പോകാം. അത് ഡോക്ടേഴ്സ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൊണ്ട് കൈമാറാൻ പറ്റില്ല. കാരണം ഇതൊരു മനുഷ്യരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. മറ്റേതെങ്കിലും ഫീൽഡ് പോലെയല്ല. ഒരു ജീവന് നമ്മൾ വലിയ വിലയാണ് കൽപ്പിക്കുന്നത് മറ്റേതിനേക്കാളും. അത് പോയി കഴിഞ്ഞാൽ അത് പോയതാണ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത
ഒരു കാര്യം തന്നെയാണ് അത്. അതുകൊണ്ട് അവിടെ നമുക്ക് അവിടെ ടെസ്റ്റിങ്ങിനും എന്നാലും അത്രയ്ക്ക് വിശ്വസ്തരാണ്. മാത്രമല്ല അവർക്ക് അത് പറ്റുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ they can do it, അത് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റ് അങ്ങനെയും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നതിന് മുമ്പ്, സെലക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരാൾ വന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വാട്ട് വിൽ യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അവര് എങ്ങനെയത് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ യൂസ് ഓഫ് ദ ടെസ്റ്റിന്റെ ബേസിസിൽ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. അപ്പൊ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജോബ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരാൾക്ക് കൊടുക്കുന്നു, ആൻഡ് അയാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് ആളുടെ ബിഹേവിയർ ഒക്കെ കെയർഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ ആ ടെസ്റ്റിംഗ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്ത് വിലയിരുത്തുന്നു. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. എനിക്ക് ഒരു ടെസ്റ്റിംഗ് എന്താ പറയാ ഒരു പീരീഡ് തന്നു, ഒരു ട്രെയിനിങ് പീരീഡ് പോലെ ഒരു ടെസ്റ്റിംഗ് പീരീഡ് തന്നു. 2 ദിവസം ടീച്ചർ ഒന്ന് വന്ന് ക്ലാസ് ഒക്കെ എടുത്ത് നോക്കട്ടെ, നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം അല്ലേ? അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് നമ്മളിങ്ങനെ കംപ്ലൈന്റുകളൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് നമ്മൾ കൊടുക്കും അല്ലെ? 1-2 ദിവസം എന്തെങ്കിലും ഒന്ന് കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആളെ ഒന്ന് തിരുത്താനൊക്കെ നോക്കും. അപ്പൊ തിരുത്തുമ്പോ അവർക്ക് ചിലപ്പോ നമുക്കറിയാം ഇതെല്ലാം എല്ലാവരും പഠിച്ചിട്ടല്ല ഒന്നും വരുന്നത് അല്ലെ? ചില രീതികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ആകുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെടുക്കേണ്ട എഫേർട്ടുകളൊക്കെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോ ഫേസ് ടു ഫേസ് കുട്ടികളെ സ്റ്റുഡൻസിനെ കണ്ടിട്ട് പഠിപ്പിക്കുന്ന രീതി അല്ലല്ലോ അല്ലെ? ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ബിക്കോസ് നിങ്ങളുടെ മുഖമൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ഇവിടുന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ കേൾക്കുകയാണെന്നൊക്കെയാണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നതും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, അസ്യൂം ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളുടേതെല്ലാം ക്യാമറയൊക്കെ ഓഫ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. അത് അസ്യൂം ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക്. മനസ്സിലാകുന്നുണ്ടോ? ആവാത്തവരുണ്ടെങ്കിൽ പറയണം. അപ്പൊ ഇടയ്ക്കൊരു കൈ വരും, ഒരു എസ് വരും. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് അവരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടോ അല്ലോ എന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ അപ്പൊ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു നോക്കുന്നു, എന്നിട്ട് 1-2 ദിവസമൊക്കെ നമ്മളിത് ചെയ്ത് നോക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും റിസൾട്ട് പുറത്തേക്ക് വരും. പുതിയൊരു ടീച്ചർ ഒന്ന് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ റിസൾട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും, ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് നമുക്ക് അത്ര ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ സൂപ്പറാണ്, നന്നായിട്ട് എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മളോട് നിങ്ങൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടും. അപ്പൊ തന്നെ അത് റിസൾട്ടായി ടീച്ചർ അത്ര പോരാ, ടീച്ചർക്ക് അത്ര മനസ്സിലായിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടില്ല, എവിടേക്കോ അപകടങ്ങളുണ്ട്, അവിടെ ടീച്ചർക്ക് അന്വേഷിക്കുക, എന്താണ് കുഴപ്പം അന്വേഷിക്കലും കുട്ടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്ന് എന്ത് ചെയ്യും? അവരെ ഒന്ന് മോൾഡ് ചെയ്ത് വീണ്ടും തിരിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ക്ലാസ് കൂടി ഒട്ടും പറ്റുന്നില്ല. അതായത് വന്നു മുതൽ ഇതുവരെയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അത് അങ്ങനെ തന്നെയാണ് വീണ്ടും ക്യാരി ഓൺ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ആള് മുന്നേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ we have to give them a second chance. തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമുക്ക് ഫെമിലിയർ ഇനി വരുന്ന തലമുറയൊക്കെ ചിലപ്പോ നല്ല രീതിയിൽ കാര്യമായിരിക്കും. ബിക്കോസ് അവര് ജനിച്ചു വീഴണ അപ്പൊ തുടങ്ങി ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് കൂടുതൽ കണ്ടേക്കുന്നത്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളൊക്കെ കൊറോണ നമ്മുടെ അതന്നെ കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇതൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ LKG കൊച്ചുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് 1ാം ക്ലാസ്സിലൊക്കെ. കാരണം അവര് ജനിച്ച് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും ഓൺലൈൻ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ല. ഇനി അവരൊക്കെ വലുതായി വരുമ്പോ അവരൊക്കെ ഈ പറയുന്ന പരിഗ്രഹങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ അവരൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? ചില കുട്ടികളൊക്കെ വീഡിയോസ് കാണിക്കണമോ നമ്മളിപ്പോ ഇതുങ്ങൾ ഇത് എവിടെ നിന്ന് എടുത്ത് പറയണമെന്നു അല്ലെ? പറയുന്ന സ്റ്റൈലും അവരുടെ രീതിയും അവരുടെ എക്സ്പ്രഷൻസും കണ്ടിട്ടില്ലേ? നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് കൊച്ചുകുട്ടികൾ വരെ കാണും. കാരണം അവർക്ക് ആ ഒരു ഡിവൈസ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ ഈ പറയുന്ന ടെസ്റ്റിലൂടെ അവരുടെ ബിഹേവിയർ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഒരു ഇൻഡിവിജ്വലിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്താ? അതൊരു ഫോമിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പില് എന്താ പറയാ ആർക്കെങ്കിലൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടെങ്കിൽ റെസ്പോണ്ട്. അതേ സമയത്ത് അവർക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പ് കുറച്ച് ആളുകൾ അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ടെസ്റ്റ് ചെയ്യാണ്.
കാരണം ഇപ്പൊ ചില ജോലികൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ജോലിയായിരിക്കും. അപ്പൊ അവരെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റിംഗ് നടത്തുകയാണ്. അപ്പൊ ഗ്രൂപ്പിലേക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസുകൾ അവർക്ക് രേഖപ്പെടുത്താനൊക്കെ ഉള്ള ഒരു എന്താ പറയാ റൈറ്റ്, അവകാശം കൂടി നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും ദേ ഹാവ് ദ റൈറ്റ് ടു ഗിവ് ദെയർ ഓൺ റെസ്പോൺസസ്. അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യവും കൊടുക്കുന്നു. ആൻഡ് ഓൾസോ അവരെ ഒരുമിച്ച് അവരുടെ ബിഹേവിയർ നമ്മൾ അസസ് ചെയ്യുന്നു എന്നുള്ളതാണ്, വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഫോർമാറ്റഡ് ഫോമാണ്, പ്രത്യേക രീതിയിൽ ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു ടെസ്റ്റിംഗ് നടത്തുക. ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടെസ്റ്റിങ്ങിനേക്കാൾ ഉപരി. ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗിന് അങ്ങനെ ഫോർമാറ്റ് ഒന്നുമില്ല. ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സ്വഭാവം, ആളുടെ കാര്യങ്ങൾ, ആളെങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചറൊക്കെ നമ്മൾ പരിശോധിക്കുന്നു, അസസ് ചെയ്യുന്നു. അതേസമയം ഗ്രൂപ്പിലാകുമ്പോൾ ഗ്രൂപ്പിനെ അസസ് ചെയ്യും. ഗ്രൂപ്പിനെ അസസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പില് അപ്പൊ ഞാൻ എങ്ങനെ മിണ്ടും, ഗ്രൂപ്പ് അല്ലേ, അപ്പൊ അതുകൊണ്ട് എനിക്ക് മിണ്ടാനുള്ള എന്തെങ്കിലും എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ റെസ്പോൺസ് അവിടെ രേഖപ്പെടുത്താവുന്നതാണ് എന്നാണ് ഗ്രൂപ്പ് ടെസ്റ്റിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ, പിന്നെ യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് ഇങ്ങനെയും നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചറിൽ അല്ലെങ്കിൽ ബേസിസിൽ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന 4 എണ്ണം. അതേസമയം യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് അത്രയും വരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റുകളെല്ലാം തന്നെ, ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇനിയുള്ള ഭാഗമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സിമ്പിൾ ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ സെലക്ഷൻസ് നടത്തി. സെലക്ഷൻസ് ഒക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെയൊക്കെയാണ് സെലക്ഷൻ നടത്തുന്നത്, അതിന്റെ രീതികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഈ സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലെ? വെറുതെ ഈ പറയുന്ന സ്വഭാവ സവിശേഷതകൾ മാത്രം നടത്തിയൊന്നുമല്ല, എന്തായാലും ഇന്റർവ്യൂസും കൂടി കണ്ടക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു നല്ല ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ ഒരു കൂട്ടം ആപ്ലിക്കൻസിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുക. And also selection will be based on interviews. Interviews-ന്റെ ബേസിസിലാണ് സെലക്ഷൻസ് നടത്തുന്നത്. എന്താണ് ഇന്റർവ്യൂ? വാട്ട് ഈസ് ആൻ ഇന്റർവ്യൂ? എന്താണ് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ? ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് between persons. ആരൊക്കെ തമ്മിലുള്ളതായിരിക്കും അത്? 2 or more persons അല്ലെങ്കിൽ 1 or more persons assessing another person. ഒരു 2 or അതിലധികം ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഒന്നതിലധികമോ പറയും, അല്ലെ? 2 അല്ല, 1 or അതിലധികമോ ആളുകളെ ചേർന്ന് ഒരാളെ എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂ ചെയ്യുന്നു, അതായത് മീറ്റിംഗ് ചെയ്യുന്നു. അതൊരു ഫോർമൽ മീറ്റിംഗ് ആണ്, ഇൻഫോർമൽ അല്ല. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. എന്തിന്റെ ബേസിസിൽ ആളോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആളിൽ നിന്നും കുറച്ച് വ്യക്തമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പൊ ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് when 1 or more persons ask some questions or assess the other person. അതായത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മറ്റേ ആളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫോർമൽ മീറ്റിംഗിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, സെലക്ഷൻ ടെക്നിക്കാണ് ഇന്റർവ്യൂ. സെലക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് സിമ്പിൾ ആയി തോന്നും, പക്ഷെ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതായത് സെലക്ഷൻ ടെക്നിക്ക് ത്രൂ ഇന്റർവ്യൂ ഈസ് നോട്ട് വെരി ഈസി, ബട്ട് ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് ഇന്റർവ്യൂ നടത്തി ആളുകളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹാവ് ടു കളക്ട് ഓൾ ദ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദ ആപ്ലിക്കന്റ്.
ആപ്ലിക്കന്റ്. ആ ആപ്ലിക്കന്റിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്ത് അതിന്റെ ബേസിസിലാണ് ഇന്റർവ്യൂയിലൂടെ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല, ഇറ്റ്സ് എ കോംപ്ലക്സ് ടാസ്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? പക്ഷെ എങ്കിലും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയും അല്ല. സെലക്ഷൻ നടത്തണമെങ്കിൽ ഇന്റർവ്യൂ മസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ ആ ടാസ്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണം. ഇനി എന്താണ് ഇന്റർവ്യൂ എന്ന് വീണ്ടും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ is a selection technique which enables the employer to view the total individual and directly appraise him and his behavior. ഒരു എംപ്ലോയർ നടത്തുന്ന ഒരു എന്താ പറയാ സെലക്ഷൻ ടെക്നിക്കാണ്. അത് അദ്ദേഹത്തെ എന്തിനാണ് ആ സെലക്ഷൻ ടെക്നിക്ക് എംപ്ലോയർ നടത്തുന്നത്? ടു വ്യൂ ദ ടോട്ടൽ ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ആൻഡ് ഹിസ് ബിഹേവിയർ. അദ്ദേഹം അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, ആളെ കുറിച്ചിട്ടുള്ള എന്താ പറയാ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ആ ആളുടെ ഇന്റർവ്യൂയിലൂടെ ആളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ എടുക്കുന്ന ഒരു ടെക്നിക്ക്, ഒരു സെലക്ഷൻ ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. രണ്ടും അണ്ടർലൈൻ ചെയ്യാൻ, രണ്ടും ഇന്റർവ്യൂവിനെ സംബന്ധിക്കുന്ന രണ്ട് ഡെഫിനിഷൻസ് ആണ്. ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. സെലക്ഷൻ ടെക്നിക് ആണ് രണ്ടും. ഒന്നാമത്തേതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമൽ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേല് ഇതൊരു സെലക്ഷൻ ടെക്നിക് ആണ്. which enables the employer to view the total individual and directly appraise him and his behavior. അദ്ദേഹത്തിന്റെ അതായത് ആപ്ലിക്കന്റിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എംപ്ലോയർ കണ്ടെത്തുന്ന ഒരു സെലക്ഷൻ ടെക്നിക് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താണ് ഇന്റർവ്യൂയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? കളക്ട്, അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സെക്യൂർ ഓർ ടു കളക്ട് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ കാൻഡിഡേറ്റ്. ആ ആപ്ലിക്കന്റിന്റെ കാൻഡിഡേറ്റിൽ നിന്നും ആവശ്യത്തിന് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി അവരുടെ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് അറിഞ്ഞ് അതിന്റെ ആ ഒരു ഇത് ഉറപ്പിക്കുന്നത് വരെ ആളിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്റർവ്യൂ നടത്തുന്നതിന്റെ ഉദ്ദേശിച്ചാണ് ടു സെക്യൂർ ഓർ ടു പ്രൊക്യൂർ മാക്സിമം amount of information from the candidate concerning his suitability for the job under consideration. എന്ത് ജോലിയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജോലിക്ക് ആ പറയുന്ന ആള് എത്രത്തോളം യോജിച്ചതാണ് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ആളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക. അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ആ സെന്റൻസിൽ അർത്ഥം മനസ്സിലാകുന്നില്ല എല്ലാവർക്കും? മനസ്സിലായോ? അറിയില്ല, പോയി. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എന്താണെന്ന് അറിഞ്ഞു. ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അതിലധികമോ ആളുകൾ ചേർന്നിരുന്നിട്ട് മറ്റൊരാളെ വിലയിരുത്തുന്നതിന് വേണ്ടി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാണ് ഇന്റർവ്യൂ. Now let's see what are the types of interviews. അപ്പൊ ഇനി എന്തൊക്കെയാണ്, ഏതെങ്കിലും ഒരു രീതിയാണോ ഇന്റർവ്യൂ ചെയ്യുന്നതിനുള്ള? നമ്മൾ ചിലത് കേട്ടിട്ടുള്ള തരത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ടാകും, ചിലത് നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഇന്റർവ്യൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ്. പ്രധാനമായിട്ടും 6 രീതിയിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഈ 6 രീതിയിലുള്ള ഇന്റർവ്യൂസിലൂടെയും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും അവർ ഏത് രീതിയിലുള്ള ഇന്റർവ്യൂ ആണ് നടത്തേണ്ടതെന്ന് നേരത്തെ കൂടി തീരുമാനിച്ചിരിക്കും. അത് അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യും. ചിലപ്പോൾ ചിലര് ഇവിടെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാമത്തെ ഇന്റർവ്യൂ മെത്തേഡായിരിക്കും ചില ഓർഗനൈസേഷൻ സ്വീകരിക്കുക, ചിലര് രണ്ടാമത്തെ മെത്തേഡായിരിക്കും, ചിലർ മൂന്നാമത്തെ ആയിരിക്കും. അങ്ങനെ 6 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തായിരിക്കും ഇന്റർവ്യൂസ് നടത്തുക. ഇത് ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻ, അവർ ഉദ്ദേശിക്കുന്ന ജോലി, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂസ് നടത്തുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. ഇന്റർവ്യൂസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കിയേ: patterned or structured interview, non-directive free interview, depth or action interview, group or discussion interview, panel or board interview, and the last one stress interview. അങ്ങനെ 6 രീതിയിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. നമുക്ക് ഇത് ഓരോന്നും എടുക്കാൻ നോക്കാം. ഇതുകൊണ്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ എന്താ? പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, which is also known as
സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. ഇത് മറ്റൊരു പേരോട് ഉണ്ടെന്ന്. എന്ത്? സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നൊരു പേരുണ്ട്. സ്റ്റാൻഡേർഡൈസ്ഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു പ്രത്യേക രീതിയിൽ നേരത്തെ കൂട്ടി കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഇന്റർവ്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നു, ഓടി വന്നിട്ട് ആള് വന്നോട്ടെ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോർമൽ ആയിട്ട് ഒരു മീറ്റിംഗ് പോലെ കൂടിക്കാഴ്ച പോലെ നടത്തി ആളോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊന്നുമല്ല. ഇതിനകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ശേഖരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് തോന്നിയ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്ത് ചെയ്യേണ്ട, നമ്മൾ വെറുതെ കാട് കയറേണ്ട ആവശ്യമില്ല. whatever I need, എനിക്ക് എന്റെ ഓർഗനൈസേഷനിലെ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ എന്റെ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ എനിക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വാട്ട് ആർ ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്, ഞാൻ എന്ത് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ചോദിക്കണം. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആക്കി കൊണ്ടുവരിക. എഴുതി തയ്യാറാക്കിയോ അല്ലെങ്കിൽ മനസ്സിൽ മാത്രമല്ല എഴുതി തയ്യാറാക്കിയോ അല്ലെങ്കിൽ അവിടെ ഇത് വെക്കുക, മനസ്സിൽ ഓർത്തിരിക്കുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആളോട് ചോദിക്കേണ്ടത്. സോ ഐ ക്യാൻ ഗെറ്റ് ദ മാക്സിമം ഇൻഫർമേഷൻ. എനിക്ക് വിട്ടുപോകാതെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി ഞാൻ എന്ത് പറയുന്നു, ഒരു ഫോർമാറ്റ് ആക്കി കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇന്ന കാര്യങ്ങൾ ചോദിക്കണം. അവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അവിടെ മുഷിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അതിന് ആ പേര് വന്നു. ഏത്? സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന പേര് വന്നിട്ടുണ്ട്. ഓക്കെ, പാറ്റേൺഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂസിന്റെ ടൈപ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി, പ്രിസിഷൻ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് അത്ര പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് നടക്കുന്നത്. അതെ, പ്ലാൻ ചെയ്തു തന്നെ, അതന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ്. അപ്പൊ അതുകൊണ്ടല്ലോ പ്രീ പ്ലാൻഡ് ടു എ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. അതായത് വളരെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കുറച്ച് ആവശ്യം വേണ്ടി കളക്ട് ചെയ്യേണ്ട ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള അക്യുറസി കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് എന്തെന്ന് പറയുക, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യത തന്നെ, അക്യുറേറ്റ്. പിന്നെ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ എന്താണ്? നോൺ ഡിറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡിറക്റ്റീവ് ആണ്. അത് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂന്റെ മറ്റൊരു ഓപ്പോസിറ്റ് ഫോം ആണ്. ഏത്? നോൺ ഡിറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. അപ്പൊ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഒന്നുമില്ല, നേരത്തെ കൂട്ടി പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, നോൺ പ്ലാൻഡ് ഫോർമാറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി നമ്മൾ പ്ലാൻ ഒന്നും ചെയ്തിട്ട് വന്നിട്ടില്ല. ആരാണോ നമ്മുടെ മുന്നിൽ വരുന്ന ആപ്ലിക്കന്റ്, കാൻഡിഡേറ്റ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നവര്, അവരോട് ജനറൽ ക്വസ്റ്റ്യൻസ്, കുറെ ജനറൽ ആയിട്ടുള്ള പൊതുവായ ചോദ്യങ്ങൾ അത് ചോദിക്കുന്നു. എന്നിട്ട് അവരുടെ റിപ്ലൈ നമ്മൾ കേൾക്കുന്നു. ആൻഡ് ആ റിപ്ലൈക്ക് അനുസൃതമായിട്ടായിരിക്കും പിന്നീട് അടുത്ത ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ചില ഇന്റർവ്യൂസ്, ചില ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും, ചില ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. മറ്റേതിനാൾ അതിന് മുൻപിൽ പറഞ്ഞതിനകത്ത് ആ ഒരു കൃത്യസമയമായിരിക്കും എല്ലാവർക്കും. ഇപ്പൊ 5 മിനിറ്റ് ആദ്യത്തെ ആൾ ഇന്റർവ്യൂ ചെയ്യാൻ, അടുത്ത ആളുകൾക്ക് 5 മിനിറ്റ് തന്നെ അവർ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇതൊരു സ്ട്രക്ചർ ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്, പ്ലാൻ ചെയ്ത് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ കൃത്യസമയത്തിന് അങ്ങനെ തീരും. ഓക്കെ, അതേസമയം നോൺ ഡിറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവില് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ജനറൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻസ് അവർ തരുന്ന റിപ്ലൈസിന്റെ ബേസിസിൽ ഇന്റർവ്യൂ മേ ബി സംടൈംസ് ലെങ്തി വൺ. ചിലപ്പോൾ അതിന്റെ ലെങ്ത് ചിലപ്പോൾ കൂടാം കുറയാം, അങ്ങനെ സാധ്യതകളുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത, നോൺ ഡിറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണ്, ആദ്യത്തേതിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ. അടുത്തത് രണ്ടാമത്തെ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഡെപ്ത് ഇത് ഒരു സെമി സ്ട്രക്ചേർഡ് ആണ്. എന്ന് വെച്ചാൽ അത്രയധികം ഒരു ഭയങ്കര സ്ട്രക്ചറും അല്ല, എന്നാൽ അത്രയും ഫ്രീ ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസും അല്ല. ഇന്റർവ്യൂവിൽ കാൻഡിഡേറ്റ്സിന്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുന്ന പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യത്തിന് പ്ലാൻ ചെയ്ത് പോലെ ചോദിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം അവരുടെ ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ്, ആ ഒരു ജോലിക്കുള്ള ആളുടെ എക്സ്പീരിയൻസോ എഡ്യൂക്കേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ, എന്ത് താല്പര്യമുള്ള മറ്റ് സബ്ജക്റ്റുകളോ മറ്റോ ഹോബീസോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആ ഒരു ജോലിയോടുള്ള ഇയാളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യുന്നു. അതുകൂടി ചേർന്ന് വരുമ്പോൾ എന്തായി? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ക്ലിയർ ആയോ? സെമി സ്ട്രക്ചേർഡ് ആണ്. ബിക്കോസ് കുറച്ച് സ്ട്രക്ചർ ഫോർമാറ്റിലും അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ ചോദിക്കേണ്ട ചോദ്യങ്ങളായിട്ടുള്ള ഹോം ലൈഫ്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈൻമെന്റ്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ?
പറയട്ടെ, അടുത്തത് ഗ്രൂപ്പ് ഓർ, മനസ്സിലായില്ലേ? ഓക്കെ, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ആണ്. ഇവിടെ എന്താ, ഗ്രൂപ്പിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ മുമ്പിലിരിക്കുന്ന കുറച്ച് ആളുകളെ, ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് എന്റെ മുമ്പിൽ ഒരു 5-6 പേര് ഇരിക്കുന്നു, അവരോട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഗ്രൂപ്പ് ആയിട്ട് അവർക്ക് ആൻസർ പറയാം, ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾക്കും ആൻസർ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ നടത്തുന്ന ഇന്റർവ്യൂ ആണ് റദർ ദാൻ ഇൻഡിവിജ്വൽ. ഒരാളെ അല്ല നമ്മളിവിടെ വ്യക്തിപരമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നില്ല, ഗ്രൂപ്പിലേക്ക് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇന്റർവ്യൂവിനെയാണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടുള്ളതാണ് ഒന്നുമില്ല. അടുത്തത് ഫാമിലി ഓർ ബോർഡ് ഇന്റർവ്യൂ ആണ്. മോളിൽ പറഞ്ഞതുപോലെയല്ല, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. നേരെ തിരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, ഗ്രൂപ്പ് ഇന്റർവ്യൂവില് ഒരു ഇന്റർവ്യൂവർ മുമ്പിൽ കുറെ കാൻഡിഡേറ്റ്സ് ഇരിക്കുന്നു. നേരെ തിരിച്ചാണ് ഇത്. പാനൽ ഓർ ഗ്രൂപ്പ് ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പാനലില് ബോർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ് വിൽ ബി ദർ. അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ കുറച്ച് പേരുണ്ടായിരിക്കും, ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ട ഒരാളുണ്ടാവും. അപ്പൊ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഈ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ജോലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, ഏതെങ്കിലും പ്രൊഫഷണൽ നേഴ്സോ ഡോക്ടറോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാനൽ ഇന്റർവ്യൂസ് ആയിരിക്കും നടത്തുക. ബിക്കോസ് അവിടെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യേണ്ട ആളാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പാനൽ മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. ബോർഡ് ഇന്റർവ്യൂസ് പോലെയൊക്കെ നടത്തും. ചിലപ്പോ പല പല എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടവരല്ലേ നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ഇന്റർവ്യൂസ് വന്നിരിക്കുന്നതായിരിക്കും. അപ്പൊ അവരുടേതായ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമ്മളോട് ചോദിക്കാൻ അതാത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടവർ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അവരവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാകും, മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പൊ കൂടുതൽ അംഗങ്ങൾ ഇരുന്നിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ആൻഡ് ലാസ്റ്റ് വൺ, ഇന്റർവ്യൂ ടൈപ്പ് ആണ് സ്ട്രെസ് ഇന്റർവ്യൂ. എന്താണ് സ്ട്രെസ്? ആ വാക്ക് നമ്മൾ പറയാറില്ലേ, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണോ, ഒരുപാട് സ്ട്രെസ് ആണ് അല്ലെ? എന്താണ് ഈ സ്ട്രെസ്? എന്താണ് ഈ സ്ട്രെസ്? നമ്മൾക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കാതെ വരുമ്പോ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ വരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇത് പറ്റാത്ത ഒരു കണ്ടീഷൻസിലേക്ക് വരിക. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയാ, എല്ലായിടത്തും ഏതെങ്കിലും എല്ലാം നെഗറ്റീവായിട്ടൊക്കെ നമ്മളിലേക്ക് വരിക. അപ്പോഴാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരിക അല്ലെ? ഇത് ഒരുതരം അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ തന്നെയാണ്. ബിക്കോസ് ഇവിടെ ഇന്റർവ്യൂവർ ഓർ ഇന്റർവ്യൂവേഴ്സ് മേക്ക് ആൻ അൺഫ്രണ്ട്ലി ഇന്റർവ്യൂ. ഇവിടെ ശരിക്കും പറഞ്ഞ ഇവര് ഒരു ഫ്രണ്ട്ലിനെസ് ഇവര് കാണിക്കൂല. മുമ്പിലിരിക്കുന്ന ആളുകള് ഒരു മനുഷ്യനാണോ എന്ന് പോലും പരിഗണിക്കാതെ ചിലപ്പോ വേണമെങ്കിൽ ഒരു മനുഷ്യ പറ്റില്ല എന്നൊക്കെ നമുക്ക് പറയില്ലേ, അതുപോലെ അൺഫ്രണ്ട്ലി മാനർ ആയിരിക്കും ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അവരുടെ റോള് കാരണം എന്താണെന്നറിയോ, അതായത് മനഃപൂർവ്വമാണ്. അതായത് ഇപ്പൊ മുമ്പിലിരിക്കുന്ന ആളോട് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താല് ഭയങ്കര ദേഷ്യത്തോടെ ഒക്കെ വേണമെങ്കിൽ ഭയങ്കര റൂഡായിട്ടൊക്കെ പെരുമാറി അവരെ ഇന്റർവ്യൂ ചെയ്യാം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം എന്താ പറയാ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോ, ഭയങ്കര എന്താ പറയാ സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൂഡിലൂടെ കടന്നു പോകുമ്പോ, ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സമയത്ത് കൂടി കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ ഭയങ്കര സങ്കടകരമായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോ ഹൗ വി റിയാക്ട്, നമ്മളുടെ റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമുണ്ട് ആ ഇന്റർവ്യൂവിലൂടെ. അപ്പൊ മനഃപൂർവ്വം നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി തന്നെ നമ്മുടെ ദേഷ്യത്തെ എന്താ പറയാ, നമ്മുടെ ടെമ്പർ ലോസ് ആകാന്ന് പറയാൻ പറ്റില്ലേ അല്ലെ? ആ ഒരു ദേഷ്യം അതിന് കടന്നു പോകുന്ന സമയത്തും അതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ പേടിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്റർവ്യൂസ് നടത്തുക. ഏത്? സ്ട്രെസ് ഇന്റർവ്യൂ. അപ്പൊ നമ്മളെ മനഃപൂർവ്വം നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ, നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ, നമ്മളെ എന്താ പറയാ നമ്മള് ഡിഫെൻസ് ചെയ്യാൻ, നമ്മളെ തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യമൊക്കെ അവർ ചോദിക്കും. അപ്പൊ അത്തരം ഇന്റർവ്യൂസ് ആണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ചിലപ്പോ ഇതെന്ത് ചോദ്യം ചോദിക്കുന്നത്, ചിലർക്ക് ദേഷ്യം പിടിച്ചിറങ്ങാൻ പറ്റാതെ എന്ത് ചെയ്യും, ഇട്ടിട്ട് പോകും അല്ലെ? ഇട്ടിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ചാടി ഇറങ്ങി ഒക്കെ പോകും. അപ്പൊ അവിടെ തന്നെ മനസ്സിലായില്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല വികാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ യു ആർ നോട്ട്
suitable for that particular job. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിനക്ക് ആ ഒരു ജോലിക്ക് നീ യോജിച്ച ആളല്ല എന്ന് തന്നെ ആളുടെ പ്രവൃത്തി നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി. ബിക്കോസ് ഒരു ഹോസ്പിറ്റൽസിൽ നമ്മളുടെ ടെമ്പററി ലോസ് ആകുന്ന പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരും. അന്നേരം നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാമെന്നാണോ ജോലി എടുത്തിട്ട് കാര്യമുണ്ടോ? വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ ദേഷ്യപ്പെട്ട് അവരെ വല്ലതും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അത്തരം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയതോ? 6 types of interviews മനസ്സിലായില്ലേ? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റർവ്യൂയുടെ ടൈപ്സും ആണ് നമ്മൾ കണ്ടത്. അടുത്തത് നമുക്ക് പ്രൊമോഷൻ. നമുക്ക് പരിചയമായ ഒരു വാക്കാണ് പ്രൊമോഷൻ, അല്ലെ? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നും ഒന്നും അവിടെ തന്നെ ഇരിക്കാനല്ല, പ്രൊമോട്ടഡ് ആകാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും, അല്ലെ? UP സെഷനിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അവര് ഹൈസ്കൂളുകളിലേക്ക് പ്രൊമോട്ടഡ് ആകാറുണ്ട്. അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതായത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുൻകയറ്റം കിട്ടും എന്നുള്ളതാണ്. ആ മുൻകയറ്റം കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സാലറി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വർദ്ധിക്കും, അല്ലെ? നമുക്ക് കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടും. നമ്മൾ നേരത്തെ ഉള്ളതെങ്കിലും കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് പൊങ്ങി, അല്ലെ? കുറച്ചുകൂടി അവിടുത്തെ നേരത്തെ അവിടെ സ്കൂളിലെ ടീച്ചറായിരുന്നു, ഇപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാളാണ് എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമില്ലേ? അവരുടെ സ്റ്റാറ്റസ് അങ്ങോട്ട് മാറി, നമ്മളുടെ അഡ്രസ് അങ്ങോട്ട് മാറി, ഇല്ലേ? അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് പ്രധാനം. എന്തിന്റെ ബേസിസിലാണ് പ്രൊമോട്ടഡ് ആകുന്നത്? എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ വെയിറ്റേജ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് കൊടുക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്, ലോങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അതിന്റെ ബേസിസിൽ കൊടുക്കും. കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, UP സെഷനിൽ ജോലി ചെയ്തിരുന്ന ടീച്ചേഴ്സിനൊക്കെ ഹൈസ്കൂളിലൊക്കെ വേക്കൻസി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അവിടെ കുറെ നാളുകളായിട്ട് ടീച്ചർ ആ UP 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ 8ലേക്കുള്ള ക്ലാസ് കൊടുത്താലും ഷീ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണെങ്കിൽ ഒരുപാട് ഇയർ എക്സ്പീരിയൻസും ഉണ്ട്. അവൻ ചെയ്തു അങ്ങോട്ടേക്ക് കൊടുക്കും, അല്ലെ? പെർഫോമൻസിന്റെ ബേസിസിൽ, അല്ലെ? നല്ല ജോലിയൊക്കെ ചെയ്ത് കാഴ്ചവെക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള ചീറ്റിങ്ങോ ഒരു മടിയോ ഒന്നും കൂടാതെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ജോലിക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും, എന്തെങ്കിലും ട്രെയിനിങ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും വേറെ കോഴ്സ് പഠിച്ചു, അതായത് ഇതിൽ നിന്ന് കുറച്ച് പ്രൊമോട്ടഡ് ആകാൻ വേണ്ടി അതിന്റെ അവിടെ തന്നെ നിന്നുകൊണ്ട് കൂടുതൽ പഠിച്ചു. ഇപ്പൊ ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന ചിലപ്പോൾ ക്ലർക്ക് ആയിരിക്കും, ബാങ്ക് ടെസ്റ്റുകളൊക്കെ മറ്റേത് എഴുതി എവിടേക്ക് എത്താം? മാനേജർ വരെ എത്താൻ പറ്റും, ഇല്ലേ? അപ്പൊ പിന്നെ അത് തന്നെ വലിയ പ്രൊമോഷൻ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിന് വെയിറ്റേജ് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ പ്രൊമോഷനെ ഡിസൈഡ് ചെയ്യുന്ന വെയിറ്റുകൾ അതൊക്കെ തന്നെയാണ്. ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് സർവീസ്, എഡ്യൂക്കേഷൻ, കംപ്ലീറ്റിംഗ് എനി ട്രെയിനിങ് കോഴ്സ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഗിവൻ വെയിറ്റ് വൈൽ ഡിസൈഡിങ് എ പ്രൊമോഷൻ. പ്രൊമോഷനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വെയിറ്റേജ് കൊടുത്തിട്ടാണ് പ്രൊമോട്ടഡ് ആക്കുന്നത്. അപ്പൊ എന്താണ് പ്രൊമോഷൻ മനസ്സിലായല്ലോ? പ്രൊമോഷനും വെയിറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓട് ബ്രാക്കറ്റ് ഇട്ടോ, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരോടി പറഞ്ഞു നിർത്തുകയാണ് ഡിമോഷൻ. ഡിമോഷൻ അപ്പൊ എന്താ? പ്രൊമോഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ ഡിമോഷൻ? ലോവറിംഗ് ഡൗൺ ഓഫ് അവർ സ്റ്റാറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കലാണ് പ്രൊമോഷനിൽ വരുന്നത്. അതേസമയം പ്രിഫേർഡ് സ്റ്റാറ്റസിലേക്ക്, നമ്മൾ നിലവിലുള്ള സ്റ്റാറ്റസിൽ നമ്മൾ കുറച്ചുകൂടി ആഗ്രഹിക്കുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തുന്നത് പ്രൊമോഷനിലൂടെ. എന്നാൽ ഡിമോഷൻ എന്ന് പറയുന്നത് ലോവറിംഗ് ഡൗൺ ഓഫ് അവർ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ സ്റ്റാറ്റസിനെ കുറയ്ക്കുന്നതാണ്. നേരത്തെ അവിടുത്തെ ക്ലർക്കായിരുന്നു, ഇപ്പൊ എന്താണ് പുറത്ത് കയ്യിൽക്കൊണ്ട് എന്ത് കൊടുത്തു? അവിടെ ഡിമോഷൻസ് കൊടുത്തു. ചില ആളുകൾ കുഴപ്പം, അല്ലെങ്കിൽ എന്താ പറയാ കൃത്യമായിട്ട് ജോലിക്ക് വരാതെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഉറപ്പുകളൊക്കെ കാണിക്കുക. അപ്പൊ ആളെ ഒന്ന് എന്താ പറയാ അത് കറക്റ്റ് ചെയ്യാൻ, ആളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ മാറ്റി നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പണിഷ്മെന്റ് പോലെയൊക്കെ കൊടുക്കുന്ന സംഭവമാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആളുടെ നേരത്തെ ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റി കുറയും. കാരണം എന്താ? നേരത്തെ മറ്റു ജോലിയൊക്കെ ചെയ്തിരുന്നത് കുറച്ചുകൂടി തല കരുത്ത് ചെയ്യേണ്ട ജോലിയാണ്. പക്ഷെ ഇപ്പൊ ജോലി കുറഞ്ഞു. കാരണം എന്താ? ജോലി താഴെ പോയി, സാലറി താഴെ പോയി, ഒരുപാട് സാധനം താഴെ പോകും. ഓക്കെ, അപ്പൊ ദേ ഹാവ് ടു കീപ്. ഇത് ഈ പറയുന്ന ഡിമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടു കീപ് ദ എംപ്ലോയി വിജിലൻസ് ആൻഡ് ആക്റ്റീവ്
ഇവരെ വളരെ വിജിലന്റ് ആക്കാനും ആക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് അലൈവ് ആക്കാൻ വേണ്ടിയിട്ട് റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കടമകളെ കുറിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തുക, ബോധവാന്മാരാക്കുക, അതിൽ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുക, അലേർട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എംപ്ലോയീസിന് കൊടുക്കുന്നത് ഡിമോഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡിമോഷനും നടക്കുന്നുണ്ട് പല ഓർഗനൈസേഷൻസിലും, അതുപോലെ തന്നെ പ്രൊമോഷൻസും. പ്രൊമോഷൻ നമുക്ക് എപ്പോഴും പറഞ്ഞും ആളുകളിന്റെ വായിന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ഡിമോഷൻസ് നമ്മൾ അധികം അങ്ങോട്ട് കേട്ടിട്ടില്ല, അതായത് പറയില്ല. ബിക്കോസ് കാരണം എന്താ, മോശങ്ങളല്ലേ അത്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഡിമോഷൻസും പ്രൊമോഷനും ഒക്കെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നമുക്കൊരു ട്രാൻസ്ഫർ, സെപ്പറേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഇത് രണ്ടും അതിനകത്ത് കൂടി വരണ്ട. അതായത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അറിയാലോ, അടുത്ത ക്ലാസ്സിൽ എടുക്കണം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾക്ക് എന്താ പറയാ മാറ്റങ്ങൾ കൊടുക്കുക. അതായത് ഒരു ജോലിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലി കൊടുക്കുക, പ്ലേസ് മാറുന്നുണ്ട്, ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ മാറി ഒക്കെ കൊടുക്കാറുണ്ട് ട്രാൻസ്ഫർ. കേട്ടാ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തലാണ്. മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ ജോലി വേണ്ടാന്ന് വെക്കലുണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, സ്വന്തമായിട്ട് വേണ്ടാന്ന് വെക്കലുണ്ട്, ഓർഗനൈസേഷൻ തന്നെ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അതാണ് സെപ്പറേഷൻ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, പേറോളിൽ നിന്ന് മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇതുവരെയുള്ളത് മനസ്സിലായോ? ഇത് നമ്മള് നമ്മുടെ സ്റ്റെപ്സ് കഴിഞ്ഞു. അതായത് സ്റ്റെപ്സ് ഓഫ് സെലക്ഷൻ പ്രോസസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്നേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ടെസ്റ്റുകളുടെ മെത്തേഡുകളെല്ലാം, പിന്നെ ഇന്റർവ്യൂവിന്റെ ടൈപ്സും, അതുപോലെ പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണ്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മോർണിംഗ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് രണ്ടായി പോയി. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ഒരു 5 മിനിറ്റ് ഡിലേ വന്നു. അതുകൊണ്ടാണ് ഇവിടെ 5 മിനിറ്റ് മുമ്പേ തീർന്നത്. ഒരു 5 മിനിറ്റ് ഡിലേ വന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് നിർത്താന്. വായിക്കാൻ മനസ്സിലാവൂലേ ടോപ്പിക്കുകള്? ബുദ്ധിമുട്ടുണ്ടോ? ചാപ്റ്റർ ലെങ്തിയാണ്. ഒരു എന്താ പറയാ ഹാഫ് പാർട്ട് കഴിയുമ്പോ അല്ലെ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അത്ര ബുദ്ധിമുട്ടില്ല. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി, അത്ര പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക്